നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. മെൽറോസിൽ 12ഉം 14ഉം വയസ്സ് പ്രായമുള്ള രണ്ട് ആൺകുട്ടികളെ കത്തി കൊണ്ട് കുത്തിയും ചുറ്റിക കൊണ്ട് തലക്കടിച്ചും കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച രാവിലെ ഉറക്കമുണർന്നപ്പോൾ തന്റെ രണ്ട് മക്കളെയും രക്തത്തിൽ കുളിച്ച് വീടിനകത്ത് കിടക്കുന്നതാണ് അമ്മ ഞെട്ടലോടെ കണ്ടത്. രണ്ടുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. റോബർട്ട് ബേക്കർ, ടേറ്റൻ ബേക്കർ എന്നിവരാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് മാർക്ക് വിൽസൺ എന്നയാളെ പുറ്റ്നം കൗണ്ടി ഷെറിഫ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. മാർക്ക് മയക്കുമരുന്നിന് അടിമയാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്നാൽ കൃത്യം നടത്തിയ മാർക്ക് കുടുംബാംഗങ്ങൾക്ക് വളരെ സുപരിചിതനാണെന്ന് ഷെറിഫ് പറഞ്ഞു. പോക്ക് കൗണ്ടിയിലേക്ക് ഈ കുടുംബം താമസം മാറ്റിയിട്ട് കുറച്ചു ദിവസമേ ആയിരുന്നുള്ളൂ. ഇവരുടെ വീടിനോടനുബന്ധിച്ചുള്ള ഷെഡിലാണ് മാർക്കും കാമുകിയും താമസിച്ചിരുന്നത്. എന്നാൽ കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സംഭവം നടക്കുമ്പോൾ വീടിനകത്ത് കൊല്ലപ്പെട്ട കുട്ടികളുടെ ഇളയ സഹോദരിയും മാതാവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിതാവ് ട്രക്ക് ഡ്രൈവറാണ്. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച പുറ്റ്നം കൗണ്ടി ഷെറിഫ് ഓഫീസ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. ശനിയാഴ്ച പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഇയാൾക്കെതിരെ 2 ഫസ്റ്റ് ഡിഗ്രി മർഡറിന് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊലപാതകത്തിന് ഉപയോഗിച്ചുവെന്ന് പറയപ്പെടുന്ന ആയുധങ്ങൾ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുമുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ടിപ്പ് ലൈൻ 32900840 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.